ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളെ ചാനലിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നുള്ളത്. ഇന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു പരിപാടി നമ്മളെ ചെക്കന്മാർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ ഞാനും പിന്നെ അതിൻ്റെയൊക്കെ ആരെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചങ്ങായി ഭരത്ത്, പിന്നെ ബാക്കിൽ അലി. അപ്പോൾ ഇനിയും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, അവിടെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ കട്ട പോസ്റ്റാണ് എല്ലാവരും. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടുള്ളത്. ഇതാണ് എൻ്റെ ക്യാമറമാൻ ഇപ്പം ഇപ്പോൾ നിലവിൽ. അപ്പോൾ അവിടെ പോയിട്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ, ഞാൻ എന്താ പരിപാടി, എന്താ സംഭവം, ഞാൻ എന്തിനുകൊണ്ടാണ് ഇങ്ങനെ ആപ്പിയിലുള്ളതെന്ന് ഞാൻ പറഞ്ഞതാ. ചെക്കന്മാരെ വിളിച്ചുകൊണ്ടുണ്ട്. അവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫുള്ള് പോലീസ് പെട്രോളിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറേ നേരം ടൗണിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അതാണ് ചെക്കന്മാർ നാട്ടിൽ നിന്ന് വിളിക്കുന്നത്. കുറേ നേരം പോസ്റ്റ് അടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ട്. ഇതന്നെ ആയിരിക്കും അല്ലേ? ഇതന്നെ. മയിലാലേ എവിടെ ബാക്കിയുള്ളവര്? ഓരെന്തിലും വന്നേ? ബൈക്കിൽ വരുന്നവര്. അപ്പൊ ഞാൻ അവരെ പിക്കാക്കിട്ട് വരാം. നിങ്ങൾ അങ്ങോട്ടേക്ക് വാ. ഓരിപ്പോ എന്തില്ല എങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അതാണ് റഫീഖ് ഇപ്പൊ നമ്മള് കണ്ടത്. ഇനിയിപ്പോ രണ്ടാളും കാര്യം കൂടി ഉണ്ട്. അപ്പൊ അവര് അവിടെ ഒരു വണ്ടി വെച്ചിട്ടായിട്ട് വേണം നമ്മളടുത്തേക്ക് വരാൻ. ഓരോരുത്തേക്കാണ് ഇപ്പൊ നമ്മള് ഓരോ പോസ്റ്റ് അടുപ്പിച്ചല്ലോ. ഇതെന്താ സംഭവം? ഇതെന്തായി? ഹലോ, അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വണ്ടിയില് പെട്രോൾ പമ്പിന് എവിടെ പോയി? ഒരാടെ ഉണ്ട്. നിങ്ങളെ കൂട്ടി വരാമാ, കുറച്ച് ലേറ്റ് ആവും. നിങ്ങളെ കൂട്ടി ആര്? നിങ്ങള് പൂറ്റിലങ്ങാടി വരട്ടെ. പൂറ്റിലങ്ങാടി പോകുന്ന വണ്ടി വീണ് വീട്ടിലങ്ങാടിക്ക് ഇങ്ങനെ നേരെ പോയിട്ട് അടുത്ത് അത് കുണ്ണമ്പാടിയല്ലേ? അത് കുണ്ണമ്പാടി ഒരേ ഭാഗത്തായി. ഇത് പറയുന്നേക്ക് വണ്ടി വീണ് അലീനോട് വാക്കുണ്ടായില്ലേ? ആ സമയത്ത് പെട്ടെന്ന് നായി വന്നു. ഞാൻ എന്താക്കി, ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് പറഞ്ഞേ ചേരലിൽ ചാരിക്കൊണ്ട് ഒരു വീണ്. ഞാൻ വീണോക്കുമ്പോ എന്റെ മോൾക്കൂട്ടുകാരെ ഫോണും പിടിച്ചിട്ട് പോന്ന്. അലീനോട് വാക്കുണ്ട് വണ്ടി കിടന്നിന്. ഇവ സൂപ്പർമാൻ പോലെ ഫോണും പിടിച്ച് അലി വെക്കണ ഫോണ് കട്ടാക്കി വെച്ച് അയാളുടെ പുള്ളി അതാ വന്നോണ്ട് വീട് എല്ലാരും എന്തായാലും കാര്യം. ഞങ്ങക്ക് ചിരി വന്നിട്ട് കഴിഞ്ഞില്ല. ആളെ കിടന്ന് ചിരിച്ച്. ഇപ്പൊ വണ്ടിക്ക് എന്തായി? റഫീഖാനോട് ചോദിച്ചു റെഡിയാക്കി തരാം. എന്റെ വീട് ആടെല്ലാം മുറിഞ്ഞു. നമുക്ക് ജിമ്മില് നമുക്ക് ഇപ്പൊ കുണ്ണമ്പാടി പോകുന്നുണ്ട്. അവിടെ കുണ്ണമ്പാടിയല്ല, പുണ്ടങ്ങാടി. സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരെ പോയി തിരിഞ്ഞിട്ടല്ലേ? നമ്മള് മാപ്പിൽ വിട്ടോ. ഇനിയിപ്പോ അടുത്ത നമുക്ക് ലൈവ് ആയിട്ട് എടുക്കാല്ലേ? വരുന്നുണ്ട് വണ്ടിന്റെ മലയാളി. അപ്പുറത്തിട്ടോ മലയാളി വരുന്നുണ്ട്. ഇവിടെ സീരിയസ് ഹോസ്പിറ്റലോടാ? റഫീഖാന്റെ കൽബ് കത്തിയ സ്കൂട്ടി വേണേ. ഇവന്മാർക്ക് ഇത് ഞാൻ വ്ളോഗാ ചെയ്യുന്നതെന്ന് അറിയില്ല സംഭവം. എന്താണെന്ന് വെച്ചാൽ ഞാൻ മാമൂലി എവിടെയും പോകുന്ന സമയത്തെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കലുണ്ട്. അത് നോർമലി നമ്മൾ റീൽസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ ആയിട്ടാണ് ഇടല്. പക്ഷെ ഇത് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. അതാണ് ഇത്ര കോൺഫിഡൻസിൽ ഇവർ വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ വാക്കുവരുന്നത്. ഞാൻ എന്തായാലും ഇടൂല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ. സംഭവം നാളത്തോടെ ഇവരെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും. നാളെ ഇവർക്ക് എന്തായാലും കളി മാറും. അങ്ങനത്തെ കളിയായിരിക്കും ഇവർ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസിൽ എല്ലാം ജെന്യൂനായിരിക്കും. ഇവരെ കളിയെല്ലാം ജെന്യൂനായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. എങ്ങനെ ഇവർ നോർമലി നമ്മളെല്ലാം ചെക്കന്മാരെല്ലാം കൂടുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാക്കി, എങ്ങനെ ഫ്രീ ആയിട്ടാണ് സംസാരിക്കൽ, ആ ഒരു രീതിയിലായിരിക്കും സംസാരിക്കൽ. ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് കയറിപ്പോയിരുന്നെങ്കിൽ ഞാനത് കുറച്ച് മ്യൂട്ടാക്കിയിട്ട് ഇടാം, ഇല്ലെങ്കിൽ ആ ഭാഗം ചിലപ്പോൾ കട്ടാക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് ഇപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് വേറെ എന്തെല്ലോ ആണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലൊരു കാറുണ്ട്, കാണിച്ചു കൊടുത്തറ. ആ
കാറിനെ ഇപ്പൊ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മള് പോകുന്നില്ല. ആ കാർ എങ്ങോട്ടേക്കാന്ന് അറിയില്ല. നമ്മളെ പ്ലാന് പെരുമ്പാടിയിലായിരുന്നു നമ്മൾ ഈ ഒരു പരിപാടി കഴിക്കാന്ന് വിചാരിച്ചത്. പരിപാടി എന്താന്നുള്ള പറഞ്ഞിട്ടില്ല. കുറച്ച് സമയം കൂടി വെയിറ്റ് ആക്കി. ഇപ്പൊ കാണിക്കാം. വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ എന്തോ പ്ലാനാന്ന് തോന്നുന്നു. അപ്പോൾ റഫീഖ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പ്ലാൻ തോന്നുന്നത്. എന്താ സംഭവം എന്നുള്ളത് പോയി ചോദിച്ചിട്ട് വരാം. എന്ത് പരിപാടി? കയ്യെല്ലാം നമ്മളല്ല നമ്മുടെ ഓട്ടോഗ്രാഫർ. ഇതൊന്നും ബാൻ എടുക്കുന്നില്ല. എനിക്ക് ചിരി വരുന്നത് എന്താ അറിയോ? ആ മോളിലോട്ട് പറന്നു പോകുന്ന സമയത്ത് ഓന്റെ ഫോണിലോട്ട് വർത്താനം വരെയുള്ള മനസ്സ് ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ പറക്കും. സൂപ്പർമാൻ പറക്കുന്നത് നോ പൂർ ഗേൾസ് പൂർ ബോയ്സ് ഹിയർ. നമ്മുടെ ബെൻസൈഡ് വെച്ച് ചെക്കന്മാരെ സെലിബ്രിറ്റി ആയതേ ആയി. ഡ്രൈവർ കാലത്ത് പോകുന്നില്ല. നല്ല വീക്കുപടി. ഞാൻ വീട്ടിലെ രണ്ട് വന്ന് വീണതാണ്. എന്റെ മുട്ട ഇങ്ങനെ ഉണ്ട്. എന്റെ മുട്ടിന് പൊള്ളി ഇങ്ങനെ അതായിട്ട് കമ്മിപ്പാരട്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. ഇപ്പൊ എന്താക്കുന്ന വീടുന്നാക്കുന്ന വണ്ടികള് വന്നോണ്ട് ചെയ്യുന്നുണ്ടാ. കുറച്ച് ഉള്ളോട്ട് പോയാൽ മറ്റേ പീടയിലുള്ള സ്ഥലത്താണെങ്കിൽ സീനില്ല. അവിടെ ആൾക്കാരെല്ലാം ഉണ്ടാവും. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമ്മൾ കുറച്ച് തിന്നാൻ വാങ്ങിയല്ലോ നോക്കി. അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോകണ്ടേ? അതിലെ മനുഷ്യരുണ്ട്. പബ്ജി സങ്കടം പോലെ ഒരുത്തന്റെ കൈ പോയി. കൈ മെഷീനിൽ കട്ടാക്കി വെച്ചു. അവനെന്തോ മെഷീനിൽ ഇങ്ങനെ വലിച്ച് ഒരേ വലി കൈയടക്കും. ബ്ലേഡ് അത് നോക്കും. ബ്ലേഡ് ഇങ്ങനെ ചെറുങ്ങനെ മൂന്നേ ഫുള്ള് ഇങ്ങനെ തിരിച്ചിട്ടിന് മൂന്ന്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതാണ് സംഭവം. നമ്മളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ഇൻസ്റ്റാഗ്രാമിൽ. അത് കയറി അങ്ങ് വൈറലായി. അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനായിട്ട് 1.5 മില്യൺ കയറിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ വീഡിയോ റീച്ച്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടി ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്പോൺസർ ഇതാണുണ്ട്. സ്പോൺസർ കാണിക്കേണ്ട അറിയോ? സ്പോൺസർ അതാണ് നമ്മളെ റഫീഖ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് പരിപാടി നമ്മളെ. അപ്പോൾ അതിൽ വൈറലായ 2 ആൾക്കാരാണ് ഇത്. ഇതാണ് കേക്ക്. നമ്മളെ ഫുള്ള് സപ്പോർട്ട് തന്ന റഫീഖാക്കി. മോട്ടിവേഷൻ 1 മില്യൺ കഴിയുമെന്ന് പറഞ്ഞതും നമ്മളുടെ ഈ റഫീഖാണ്. നമുക്ക് ആത്മവിശ്വാസം ഇത് 1 മില്യൺ ആവുന്നു. നമ്മള് ശരിക്കും 1 മില്യൺ ആകുമ്പോ ഈ ഒരു പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. 1 മില്യൺ ആകുമ്പോൾ ഒരു സ്റ്റോറി ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. റഫീഖ് പറഞ്ഞു ഞാൻ മൈസൂരിൽ നിന്ന് വന്നിട്ടായിട്ട് നമുക്കൊരു ബെനിങ്ങനെ തന്നെ കഴിച്ചാലോ വിചാരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോറി ഇടാത്ത. ഒന്നും വിചാരിക്കണ്ട. നമ്മളിങ്ങനെ മുറിച്ചോർക്ക് കേക്ക് നമ്മളുടെ എന്താ ബാബാ അലി 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 നീ തിന്നടാ. ക്യാമറമാൻ മാത്രം കേൾക്കില്ല. അപ്പോൾ ഇതാണ് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കുക. സപ്പോർട്ട് തീർക്കുന്നതാണ് പേര് ചാനൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ഇപ്പോൾ നിലവിലുള്ള റീച്ച് എന്ന് വെച്ചാൽ
1.5 ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 15 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. 97,000 ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന്. ഈ വീഡിയോ ഇത്രയൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതാക്കിയ കൂട്ടുകാരെ എനിക്കെന്തെങ്കിലും പറയാനുണ്ടായിരുന്നു. നമുക്ക് ഓരോട് നല്ലതേ പറയാനുള്ളൂ. എന്താ പറഞ്ഞാല് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിന് ചിലപ്പോ അങ്ങനെ പലതും വിളിക്കേണ്ടി വരും ഗായ്സ്. അതുകൊണ്ട് നമ്മുടെ റഫീഖാക്കും നന്ദി, ഈ വീഡിയോ എടുത്ത ഈ കേക്ക് തന്ന ഈ പന്നിയോടും ഒരു നന്ദി. അതുകൊണ്ട് ശരിയാണ്. ഗുഡ് ബൈ. താങ്ക് യു. ബൈ ബൈ. അടുത്തൊരു വീഡിയോ. പരിചയെടുക്കും സുൽത്താനായി ഞാൻ നിന്നെ വിളിക്കും നേരത്ത് തിരിശത്തോപ്പിലറാണിയ മുൻപരവും കാത്ത് കടന്ന് കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, ആ പൂവിൽ അവളൊരു പത്തര മാറ്റാണ്. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, ആ പൂവിൽ യേശുദാസ് മുണ്ണിയാർ പോകുന്നു.